ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷിവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ദൂത് പത്രി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ദൂത് പത്രിയിൽ ഗ്രീൻ വാലീസ് ആൻഡ് മെഡോസ്, സ്നോ അതൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ കുറേ നേരമായി പുറപ്പെട്ടിട്ട് വരുന്ന വഴി ഭയങ്കര ട്രാഫിക്കായിരുന്നു. സിറ്റി ഒക്കെ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. വരുന്ന വഴി ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ ഒരു ചെറിയൊരു ഷോപ്പാണ്. ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നിർത്തി. ഇപ്പം നല്ല ചൂടാണ്, അങ്ങനെ തണുപ്പും കാര്യമൊന്നുമില്ല. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകണം. അവിടെയും പിന്നെ കുതിര സവാരിയും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്നോ ആണ്, അതിന് വേണ്ട ഗംബൂട്ട്സും കാര്യമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോകണമെങ്കിൽ. അപ്പോൾ ദൂത് പത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ വ്ളോഗ് എൻജോയ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. ഈ ട്രാവലിൻ്റെ ഇടയിലും ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2-3 ദിവസമായിട്ട് ശ്രീനഗറിൻ്റെ വ്ളോഗ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഈ ടൈമിൽ ലൈക്ക് ഇപ്പോൾ ഇന്നെന്താ ഏപ്രിൽ 2-3 തോന്നുന്നു. അന്ന് ആ സമയത്താണ് ഞാനിവിടെ ഉള്ളത്, 2021. സോ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പോൾ പോയതാണോ എന്നൊക്കെ. ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്, അതിൻ്റെ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ആർക്കും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി ക്ലിയർ അല്ല, ഡൗട്ട്ഫുൾ ആണെങ്കിൽ, എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഐ എം സോ ഹാപ്പി. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോവിഡിൻ്റെ ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അങ്ങനെ ബാക്കി വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇന്നലെ എന്തോ ശ്രീനഗറിലൊക്കെ ഇഷ്യൂ നടന്നു എന്നൊക്കെ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. പുൽവാമ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഈ ടൂറിസ്റ്റ് ഏരിയനെയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെ ടൂർ ചെയ്യാണ്, അതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രീനഗറിലേക്ക് ടൂർ വരാൻ അങ്ങനെ ഒത്തിരിയായി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് യു ക്യാൻ ഫീൽ ഫ്രീ ആൻഡ് കം ആൻഡ് സീ ദ സിനിക് ബ്യൂട്ടി ഓഫ് ശ്രീനഗർ. വെഹിക്കലിന് വേണ്ടി ഒരു എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ദൂത് പത്രിന്റെ എൻട്രി പോയിന്റ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ മുന്നോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നത്.
I see you walk out of the shade. Oh yeah. ദൂത്പത്രിയിൽ കാണാനുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ആണിത്. ഒരു ഹോഴ്സ് റൈഡിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡോസ് കാണാം. അതിൽ കുറച്ച് ദൂരമൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, എല്ലാവിടെയും പോകാൻ പറ്റില്ല ഇന്ന്. സോ സം ലേക്ക്, അത് അങ്ങനെയുള്ളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്, വൈൽഡ് ഫ്ലവേഴ്സ്, മെഡോസ്. വാട്ട് ഈസ് ദാറ്റ് മെഡോ? ദിഷ്ചൽ മെഡോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തടാകം, അതൊക്കെയാണ് ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. Entire ladies group which is part of this Tulip group, She Miles group. Bilal Bhai with the all pretty ladies of She Miles. ദൂത്പത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി. ഇവിടുന്ന് കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതിലൊക്കെ പോണി റൈഡ് ലൈക്ക് ഹോഴ്സ് റൈഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ പോവാം. അങ്ങനെയല്ല പിന്നെ ഇതെന്താണ്, ഇവിടുത്തെ ചുറ്റുമുള്ള നാച്ചുറൽ ബ്യൂട്ടിയാണ് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ പിറകിൽ ഫുൾ കാണുന്ന സ്നോ ആണ്. ബ്യൂട്ടിഫുൾ ആംബിയൻസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ലെറ്റ്സ് വാച്ച് ദിസ്. സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കര രസമാണ്. ഒരു കുതിര അവിടെ ഇരുന്ന് അതിൻ്റെ അവരത് ഭക്ഷണം കഴിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. നമ്മൾ വന്ന റോഡാണിത്, അതിലൂടെയാണ് നമ്മൾ വന്നത്. കുതിര ഓടിപ്പോകുന്ന കാണാം. ഫുൾ സ്നോ ഫിൽഡാണ് ഈ മെഡോസിൻ്റെ ഈ സ്ഥലങ്ങളൊക്കെ. വാലി ഹോഴ്സസ് ഒക്കെ കാണാം. അപ്പോൾ ഈ റൈഡിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഹോഴ്സസ് ആണ്. നടന്ന് കുറേ ഇങ്ങെത്തി. മുഴുവൻ കാണാനുള്ള ഇത് തന്നെയാണ് എൻ്റെ പിറകിൽ കാണുന്ന ഐസിൻ്റെ ഇത്. പക്ഷേ ആ മെയിൻ പോയിൻ്റ് അങ്ങ് ദൂരെയാണ്, ഒത്തിരി ദൂരം
നടന്ന് 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 എവിടെ എത്തി. ഈ പോണ്ട് കാണാൻ ഭയങ്കര രസമുണ്ട്. പോണ്ട് നൈസ്. Cause if I'm being true, I must say that I know what you're going through. All the funny stuff that's going through your head now. I know it's hard to shake off, but trust me now that you will look back on it all with a smile now. Wondering why it took you so long. Life goes on, it goes down, then back up, and we'll never get used to it. It goes on, it goes down, but the sun is up. It's no time to ponder in the shade. Come out, come out. The sun is so bright now. Oh, it breaks. My heart to see you hiding there in the shade. But I know there's a way. ഇതാണ് അവരുടെ കാവേന്റെ പൂജ. इसमें क्या कावा है? नहीं इसमें चाय है। इसमें चाय है? हाँ तो ओके सो दिस इज ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. वो बीच में क्या है? बीच में कोयला। कोयला. हाँ മാഗി ആണ് ഹിൽ मैगी बनाना। സ്റ്റേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ये क्या रोटी है? हाँ ये मक्की का रोटी है। മക്കി का. हाँ तब बैग था भोजन साइड उसमें भोजन बैग का बैग था साइड। മക്കി ചോളമാണെന്ന് തോന്നുന്നു. ചോളത്തിന്റെ റൊട്ടിയാണ്. അതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സാധനം. ഇതാണ് അതിന്റെ ഒരു വേറൊരു വ്യൂ പോയിന്റ്. താഴെയുള്ളത് ഫുൾ അതിന്റെ വാലിയാണ് ഇവിടുന്ന് മുഴുവൻ കാണുന്നത്. It's okay that you're feeling blue, 'cause I'm here to stay. I know there's a way, 'cause if I'm being true, I must say that I know what you're going through. All the funny stuff that's going through your head now. I know it's hard to shake off, but trust me now that you will look back on it all with a smile now. Wondering why it took you so long. Life goes on, it goes down, then back up, and we'll never get used to it. It goes on, it goes down, but the sun is up. It's no time to ponder in the shade. Come out, come out. The sun is so bright now. Oh, it breaks my heart to see you hiding there in the shade. But I know there's a way. If you take my hand now, let me show you another place. Oh, all the funny stuff that's going through your head now. Oh, I know it's hard to shake off, but trust me. നമ്മളൊരു കാശ്മീരി ലോക്കൽ ഷോപ്പിൽ വന്നിട്ടാണുള്ളത്. ഇവിടെ ഭയങ്കര എന്തൊക്കെയോ സ്പെഷ്യൽ ആണെന്ന് കാണുന്നുണ്ട്. എഴുതിയിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ റിഷ്ത റോഗൻ ജോഷ് കബാബ് ഗുസ്താബ് യാഖ്നി. ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് അറിയില്ല, പക്ഷേ നോൺ വെജിന് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നോക്കട്ടെ എന്താ ഇവിടെ ഉള്ളത്. റിഷ്ത എന്ന് പറയുന്ന സാധനമാണ് ഇത്. റിഷ്ത ये क्या है? रिश्ते कश्मीर में कोफ्ते, इसको जैसे पंजाबी में कोफ्ते की तरह। ओके इसके बाद इसका शी कबाब बनता है क्या? ना नहीं, नहीं, इसका नहीं तमक बनता। मौज इसका तबक माल जैसे वो है ना वो है ना वो फर्स्ट वाला फर्स्ट वाला हाँ ये है।
ഇത് അതിന്റെ മറ്റേ ആടിന്റെ റിബ് ഉള്ള റിബ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മളെ ചെസ്റ്റിന്റെ ചെസ്റ്റിന്റെ പോർഷനാണ് അതിന് ഓർഡർ പേ ഓർഡർ എടുത്തിട്ട് അതിന് കണക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ് ഇത്ര. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുന്ന സ്പെഷ്യലാണ്. അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. കുറച്ചുകൂടെ മീറ്റ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് നമുക്ക് ഒന്ന് രണ്ടൊക്കെ ട്രൈ ചെയ്യാം. എന്താണെന്ന് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. കബാബിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് തരുന്നതാണ്. എന്തൊക്കെയോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. ഇതൊരു ചെറിയ കടയാണ്, പക്ഷേ ഇറ്റ് ലുക്സ് വെരി നൈസ്. भैया सबका नाम बताओ ना मुझे क्या है. ये वाली इस चीज़ की नाम ये क्या है? शेमी कबाब बोलते हैं. ये शेमी कबाब. एंड वो ये क्या है? ये होता है रिश्ता. हाँ? रिश्ता. रिश्ता. दिस इज रिश्ता. ये दोनों मटन की है? सब मटन का ही है. सब मटन का है. ये शेमी कबाब, ये रिश्ता, और ये क्या है? ये हो गया कबाब. कबाब. हाँ, क्रांति जिस. अच्छा, ये जो आपने रोल जो था वो कट कर दिया. This is sheep kebab. दिस इज शी कबाब एंड दिस इज मटन रोल. गोश्ताब. गोश्त. गोश्ताब. Yeah. गोश्ताब. Okay. रिश्ता गोश्ताब. Gushtab. Okay, this is Gushtab it seems. അതിന്റെ വൈറ്റ് ഗ്രേവി ഉണ്ട്, പിന്നെ ഒരു റെഡ് ഗ്രേവി ഉണ്ട്. मैदा से बनाया है ना ये. കഴിച്ച് നോക്കട്ടെ. ये मैदा से बनता है. They all have different taste. अगर मुझे एक ग्राम हाँ इसका डिफरेंट टेस्ट होगा अलग अलग टेस्ट. इसमें तीनों डिशों का अगर हाँ, इसलिए तो ये ग्रेवी क्या है? इसमें होता है मिल्क, मिल्क. जिसको हम दही बोलते हैं. हाँ, दही दही मतलब. होती है, वो गाढ़ा करके पका के इसमें ये डालते हैं. ये दिस इज लाइक कड़ी का थोड़ा यू नो दैट. super. ഇത് മോരിന്റെ മോരൊഴിച്ച ये മട്ടൻ तीन डिश- കറിയാണ്. जो ये तीन डिश है, ये कश्मीर के सबसे फेवरेट है वाजवान में. ഓക്കെ. रिश्ता गोश्ताब और कबाब और शेमी कबाब ये मोस्ट फेवरेट है. ये इनके दही बगैर दही देता है इसमें. ദഹി മോരൊഴിച്ചതാണ്. നമ്മൾ മോരൊഴിച്ച കറിയൊക്കെ വെക്കുന്ന പോലെ इसके अलावा മോരൊഴിച്ച वाजवान में മട്ടൻ. होता है जो कंप्लीट वाजवान में उसमें 2-3 ग्रेवी और होती है. उसमें मान लो पहले बनाते हैं मीठी, वो भी मीट होता है और साथ में कसूरी मेथ होती है, तो वो पहले डालते हैं. उसके अलावा होते हैं वाजवान में ऐसे ही मीट बिना സോ ഹാപ്പി. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. बहुत अच्छा लगा. बहुत अच्छा था. ഓക്കെ, ഇത് തുജി എന്ന് പറയുന്ന സാധനമാണ്. ഇത് എ ബി മട്ടൻ ഹേ, हाँ जी हाँ जी മട്ടൻ കി ഹേ. ये भी मटन की है. ഇതിങ്ങനെ ഇവിടെ അവർ ഇതാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് കബാബൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ഫ്രൈ ചെയ്യുന്നതാണ്. അത് ഈവനിങ്ങിലൊക്കെ തുറക്കുന്ന ഇതാണ് ഇത് തുജി എന്ന് പറയുന്ന സാധനം. आइए मैडम. देखिए हम भी आपको बहुत परेशान नहीं करना, हम लोग कर रहे हैं थोड़ा थोड़ा, ये तो हम जानते हैं, लेकिन हम करना नहीं चाहते हैं. तो टी बस ये टाइम. हमारी special request टी है टाइम. कि हम लोग इतने लिए हैं, देखिए है कुछ ना कुछ कहीं ना कहीं तो एक इधर शो हो जाता है. तो एकदम हम सोचे जैसे समीर कहता है डॉट 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 इसी टाइम से एकदम अगर हम रुके बैगेज इन सब लोग खाते हैं एक्चुअली और लौट करके वैसे भी हमारे पास ये वेफर वेफर सब होता ही है. रुकने का टंगमार्ग में खाना खा लेंगे, लंच कर लेंगे, ठीक है ना. लौटते उल्टे टंगे रहेंगे. कल तो पूरा कल तो उल्टे टंगना है. Actually we try to സർപ്രൈസിംഗ്ലി ഈ ട്രാവലിന്റെ സമയത്ത് ഒരു ടീം മെമ്പറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. The lucky girl in the group. आइए सर आप. Where is the captain? Yeah, we were waiting. And she's going to celebrate it now with all of us. So sweet. Thank you so much for this. ऐसा है ये बाद में थैंक यू स्पीच बाद में अपॉर्चुनिटी दिया जाएगा ना. He's for taking cake. the
വി ഹാഡ് എ വണ്ടർഫുൾ ഈവനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു സോ മച്ച്.